നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന UBL എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ഏണിംഗ് ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഗെയിം കളിച്ചുകൊണ്ടാണ് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഗെയിമിംഗ് ഏണിംഗ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ആപ്ലിക്കേഷനകത്ത് നമുക്ക് സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപ കിട്ടുന്നതായിരിക്കും. മാക്സിമം 20 രൂപ വരെ നമുക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ ഇപ്പോഴേ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് 2 മിനിറ്റിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ ബാക്കി വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, ഒരു നിർബന്ധം പോലും ഇല്ല. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ 20 രൂപ വെച്ചുകൊണ്ടൊന്നും നിങ്ങൾക്ക് റെഡീം വരെ എത്തിക്കാൻ പറ്റില്ല. 500 രൂപയാണ് മിനിമം റെഡീം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്ത് റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങൾ അത്രയ്ക്ക് നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ ഈ ഒരു പ്രെഡിക്ഷനാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. നന്നായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ മാത്രമേ 500 രൂപയൊക്കെ വരെ എത്തിച്ച് നിങ്ങൾക്ക് വിഡ്രോ എടുക്കാൻ പറ്റത്തുള്ളൂ 20 രൂപ കൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ റീചാർജ് ചെയ്ത് നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. റീചാർജ് ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം എമൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുക. 200 രൂപയാണ് മിനിമം റീചാർജ്. 100% ട്രസ്റ്റഡ് ഒന്നുമല്ല, ഇപ്പം പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, എന്ന് വേണമെങ്കിലും നിർത്തി പോകാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വിഡ്രോ എടുക്കാൻ പറ്റുന്ന ബാങ്കിലേക്കാണ്. UPI ഓപ്ഷനും അവൈലബിൾ ആണ്. ശരിക്കും UPIക്ക് ഇപ്പോൾ എന്തോ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ബാങ്ക് ഓപ്ഷൻ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. വിഡ്രോ ചെയ്ത് നോക്കിയതൊക്കെയാണ്, അതൊക്കെ പക്കയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് പിന്നെ ടീൻപതി പോലുള്ള ഒരുപാട് ഗെയിമുകളും അവൈലബിൾ ആണ്. പക്ഷേ ടീൻപതി നിങ്ങൾക്ക് കളിക്കാൻ അറിയില്ലായിരിക്കും കൂടുതലും. അങ്ങനെ എനിക്കറിയില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കളിച്ച് നോക്കാവുന്നതാണ് ടീൻപതി. പിന്നെ ഉള്ളത് പ്രെഡിക്ഷനാണ്, കളർ പ്രെഡിക്ഷൻ. പിന്നെ നിങ്ങൾക്ക് റഫർ ലേണിംഗ് കിട്ടും. 3 ലെവൽ റഫർ ലേണിംഗ് കിട്ടും. അത് റീചാർജ് ചെയ്യുന്നതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ല റീചാർജ് ചെയ്യാതെ റഫർ ലേണിംഗ് ഒന്നുമില്ല. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് വിഡ്രോ ചെയ്യാൻ വേണ്ടി ബാങ്കാണുള്ളതെന്ന് പറഞ്ഞു. വിഡ്രോ ചെയ്യാൻ വേണ്ടി ലാസ്റ്റിൽ നിങ്ങൾ മൈ എന്നൊരു ഓപ്ഷനിൽ പോയാൽ വിഡ്രോ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കോയിൻസിന് വരെ ഇവിടെ ഡയമണ്ട്സിലാണ്. ഓക്കെ, ഡയമണ്ട് നിങ്ങളുടെ കയ്യിൽ എത്ര ഡയമണ്ട് ഉണ്ടോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തതിന് ശേഷം വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യുക. മാക്സിമം 24 hours അതിനുള്ളിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. എല്ലാവർക്കും ആദ്യം ഹാപ്പി ഈസ്റ്റർ പറയാണ്. അതുപോലെ തന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി കുറച്ച് ഒരു 1.5 മാസം ഇങ്ങനെയായിരിക്കും. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക വീഡിയോയ്ക്ക് വേണ്ടി. അതിനുശേഷം നമ്മൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. ടെലിഗ്രാമിലും മെസ്സേജൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അത് പരീക്ഷയൊക്കെ ആയതുകൊണ്ടാണ്. സോ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 500 രൂപ, 1000 രൂപ, 500 രൂപ, 1000 രൂപ കുറേ തവണ വിഡ്രോ അടിച്ച് നോക്കിയതാണ്. പക്കാ പേയ്മെൻറ്റ് ആണ്, ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടും. ഇതിൻ്റെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ട്രിക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾക്ക് റെഡീം ചെയ്യാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് ഇപ്പം കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിർത്തി സാധനം പൂട്ടി പോകുന്നതിന് മുമ്പേ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് ഒരു ലക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഗെയിമാണ്. നമ്മുടെ പ്രെഡിക്ഷൻ പോലത്തെ സംഭവം തന്നെയാണ്. നിങ്ങൾ ആദ്യം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ലൂട്ട് നമ്പർ 1. ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഒരു APK ആയിട്ടാണ് കിട്ടുന്നത്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 10 രൂപ നിങ്ങൾക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടും. പക്ഷേ നമുക്ക് 20 രൂപ ടോട്ടൽ സൈനപ്പ് ബോണസ് വേണം. അതിനുവേണ്ടി നമുക്കിവിടെ റഫർ ആൻഡ് ഏൺ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. റഫർ ഒന്നും ചെയ്യേണ്ട. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ വരും. നിങ്ങൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം ഒരു പാസ്വേഡ് കൊടുക്കുക. ഒരു 6 ഡിജിറ്റ് നമ്പർ കൊടുത്താലും മതി. 1 2 3 4 5 6 ഒരു എക്സാമ്പിൾ. അതുപോലെ ഒരു 6 ഡിജിറ്റ് നമ്പർ നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം OTP വരും. OTP വന്നതിന് ശേഷം ലോഗിൻ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 20 രൂപ സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടും. പിന്നെ റഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് റഫർ ചെയ്യാം. വലിയൊരു എമൗണ്ട് ഒന്നും റഫറിന് കിട്ടുന്നില്ല. 20 പേരൊക്കെ റഫർ ചെയ്താൽ 30 രൂപയൊക്കെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ 1000 വാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗെയിം കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ഈ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ 4 ബോക്സുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതുകൂടാതെ മുകളിലാണെങ്കിൽ ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയും കാണാൻ സാധിക്കും. ഇതിന് മുമ്പ് റിപ്പീറ്റ് ആയി വന്ന കളറുകളുടെ ഹിസ്റ്ററിയാണ് അവിടെ കാണുന്നത്. അവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. തൊട്ട് മുമ്പിലത്തെ കളിയിലാണെങ്കിൽ ഒരു പച്ച വന്നു, 3 റെഡും വന്നു. അതിന് മുന്നിലത്തെ കളിയിൽ മൊത്തം റെഡായിരുന്നു വന്നത്. അപ്പോൾ റെഡും ഗ്രീനുമാണ് ഇവിടെ വരുന്നത്. ഈ റെഡും ഗ്രീനും എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനാണെങ്കിൽ ഇപ്പം 4 ബോക്സ് ഉണ്ട്. 4 ബോക്സിൽ ഞാൻ 2 രൂപ വെച്ച് വെക്കുന്നു. ഓക്കെ, ഞാൻ 1 രൂപയുടെ കോളമാണ് സെലക്ട് ചെയ്ത്. എന്നിട്ട് ഞാൻ 2 തവണ 4 ബോക്സിലും ക്ലിക്ക് ചെയ്ത് 4 ബോക്സിന് 2 രൂപ വെച്ച് ഞാൻ അവിടെ വെച്ചു. ഇപ്പോൾ 2 ബോക്സിന് ലൈറ്റ് കത്തി. അതായത് ആ 2 ബോക്സും ഗ്രീനായി, ബാക്കി 2 ബോക്സും ലൈറ്റ് കത്തിയില്ല. അതായത് 2 ബോക്സും റെഡാണ്. അപ്പോൾ ഈ 2 ബോക്സ് ഗ്രീനായ സമയത്ത് എനിക്ക് 20 റുപ്പീസിൻ്റെ പ്രോഫിറ്റാണ് ഇപ്പോൾ ഉണ്ടായത്. അത് നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ അവിടെ കാണാൻ സാധിക്കും. അതായത് റെഡ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ലോസ് ആവും, ഗ്രീൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് ആവും. ഇതാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ഈ ഒരു ഗെയിമിൻ്റെ റെഡ് വരിക, നമ്മൾ ഏത് ബോക്സിലാണ് പൈസ വെക്കുന്നത് ആ ബോക്സ് റെഡായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ പൈസ ലോസ് ആവും. ലോസ് ആവുന്നതിന് അതിന് പ്രത്യേക ഒരു ഇതുണ്ട്. അത് ഞാൻ പറയാം. റെഡ് വന്നിട്ടുണ്ടെങ്കിൽ ലോസ് ആവും, ഗ്രീൻ വന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കിട്ടും. ഇത്ര മാത്രം നിങ്ങൾ ഓർക്കുക. ഇനി ലോസ് ആവുന്നത് മൾട്ടിപ്പിൾ ആയിട്ട് ലോസ് ആവും. അതുപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് വരുന്നത് മൾട്ടിപ്പിളായിട്ട് പ്രോഫിറ്റ് ആവും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ 1 രൂപ എടുക്കുന്നു. 1 രൂപ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ബോക്സിൽ വെക്കുന്നു. ഒരു ബോക്സിൽ നമ്മൾ 1 രൂപ വെച്ചു. ആ ഒരു ബോക്സിന് റെഡ് വന്നു. അപ്പം നമ്മുടെ 1 രൂപയാണ് പോയെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ 1 രൂപ അല്ലായിരിക്കും പോയത്. ടോട്ടൽ നമ്മുടെ ഇന്ന് 3 രൂപ പോവും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പുറത്തെ 3 ബോക്സ് അടിച്ചു.
അത് 3നും പച്ച വന്നു. അത് 3ഉം വിൻ ചെയ്തു. പകരം നമ്മൾ വെച്ചിരുന്ന ഓരോ ബോക്സ് ഔട്ടായി, അതിൻ്റെ റെഡ് വന്നു. അങ്ങനെയാണെങ്കിൽ 3 രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് മൈനസ് ആവുന്നത്. കാരണം 3 ബോക്സ് ഗ്രീൻ ആയല്ലോ ആയി. അതുകൊണ്ട് നിങ്ങൾ ലോസ് ആവാതെ മാക്സിമം നോക്കുക. ഒരു തവണ ലോസ് ആയിട്ടുണ്ടെങ്കിൽ എത്ര ബോക്സ് ഗ്രീൻ ആയോ, നിങ്ങളുടെ ബോക്സ് റെഡ് ആകുമ്പോൾ എത്ര ബോക്സ് ഗ്രീൻ ആയോ ആ ഗ്രീൻ ഇൻറ്റു നിങ്ങൾ എത്ര രൂപയാണോ വെച്ചത്, നമ്പർ ഓഫ് ഗ്രീൻ ബോക്സസ് ഇൻറ്റു എത്ര രൂപയാണ് നിങ്ങൾ വെച്ചത്, അത്രയും രൂപയായിരിക്കും നമുക്ക് ലോസ് ആവുന്നത്. ഗെയിൻ ആകുമ്പോഴും അതായത് പ്രോഫിറ്റ് കിട്ടുമ്പോഴും ഇതേ രീതിയിലായിരിക്കും. പെട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം മനസ്സിലായിട്ടുണ്ടാകത്തില്ല. ഓരോ നിങ്ങൾ കളിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പിടികിട്ടും. ഓക്കെ, കുറച്ച് പാടായിരിക്കും ആദ്യമൊക്കെ, പക്ഷേ നിങ്ങൾ ഒരു രൂപ വെച്ച് കളിച്ച് നോക്കുക. അന്നേരം കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ഫോർമേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബോക്സിനും റെഡ് ആവുന്ന ഹിസ്റ്ററി നിങ്ങൾ കാണൂല. മുകളിൽ ഹിസ്റ്ററി നിങ്ങൾ നോക്കിയിട്ട് വേണം കളിക്കാൻ. എല്ലാ ബോക്സിനും റെഡ് ആവുന്ന ഹിസ്റ്ററി നിങ്ങൾ വരികയാണെങ്കിൽ, അങ്ങനെ ഒരു ഹിസ്റ്ററി നിങ്ങൾ കാണുകയാണെങ്കിൽ അതിന് ശേഷം മാത്രമേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ നിങ്ങൾ കംപ്ലീറ്റ് ബോക്സും 4 ബോക്സ് റെഡ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടുത്തത് തന്നെ 4 ബോക്സ് റെഡ് ആവത്തില്ല. പിന്നെ ഇങ്ങനെ മാറി ഗ്രീൻ വരും. അപ്പം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് പൈസ വെക്കുന്ന സമയത്ത് ഒരു ബോക്സിൽ തന്നെ വെക്കരുത്. വെക്കുവാണെങ്കിൽ 4 ബോക്സിലും വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നല്ല ലോസ് ഉണ്ടാവും. വെക്കുവാണെങ്കിൽ 4 ബോക്സിലും വെക്കണം. അത് 1 രൂപയായിട്ട് വെക്കാം, 2 രൂപയായിട്ട് വെക്കാം, 10 രൂപയായിട്ട് വെക്കാം. അങ്ങനെ നിങ്ങൾ വെച്ച് ഈ ഒരു എമൗണ്ട് നിങ്ങൾ ഇൻക്രീസ് ചെയ്യുക. നിങ്ങൾക്ക് 20 റുപ്പീസേ കിട്ടത്തുള്ളൂ. പക്ഷേ ആ 20 റുപ്പീസ് വെച്ച് നിങ്ങൾ 500 റുപ്പീസ് ആക്കണം. അപ്പോൾ വിചാരിക്കും വലിയ എമൗണ്ടാണ് 500 എന്ന്. ഒരിക്കലും അല്ല. നിങ്ങൾ 3-4 കളി കളിച്ചാൽ 500 ആക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുമ്പം ട്രിപ്പിൾ പ്രോഫിറ്റ് വരെ വരും. 3x ടൈംസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരെ കിട്ടും. അതെങ്ങനെയാണ് ലോസ് ഉണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റും വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു ബോക്സിൽ വെച്ചു, ആ ബോക്സ് ഗ്രീനായി അപ്പുറത്തെ 2 ബോക്സ് അപ്പുറത്തെ 3 ബോക്സ് റെഡ് ആയെങ്കിൽ നിങ്ങളിപ്പം ഗ്രീനിൽ വെച്ച് 10 രൂപയാണെങ്കിൽ 10 × 3 30 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ നിന്ന് 3 വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ബോക്സസ് അവിടെ റെഡ് ആയിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റൂള്. പിന്നെ ഇതിനകത്ത് ഇടയ്ക്ക് ചെറിയ ചേഞ്ചസ് വരും. അതുകൊണ്ട് അപ്പോൾ അത് നിങ്ങൾ കളിക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. പ്രോഫിറ്റ് എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. മറ്റേ സാധാരണ കളർ പ്രൊഡിക്ഷൻ പോലെയല്ല, ഡബിൾ അല്ല, 2x ആയിട്ടല്ല വരുന്നത്, ഡബിൾ ആയിട്ടല്ല വരുന്നത്. 10 രൂപ വെക്കുമ്പോൾ 20 രൂപ ആയിട്ടല്ല വരുന്നത്. 10 രൂപ വെക്കുമ്പോൾ 30-40 രൂപ ആയിട്ട് വരെ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 20 രൂപ വെച്ച് 500 രൂപ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കരുത്. നിങ്ങൾ ഇങ്ങനെ മാത്രമേ കളിക്കാവുള്ളൂ. ട്രിക്ക് ഫോളോ ചെയ്ത് കളിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോൺ ചെയ്യാൻ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ, ഡ്യുവൽ ആപ്സോ അല്ലെങ്കിൽ ആപ്പ് ക്ലോണറോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ 2-3 അക്കൗണ്ട് തുടങ്ങാം. 2-3 അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം തമ്മിൽ നിങ്ങൾ കളിക്കുക. തമ്മിൽ കളിച്ചതിന് ശേഷം വിൻ ചെയ്യുന്ന മൊബൈലിനകത്ത് ബാക്കി കളിക്കുക. സംഭവം മനസ്സിലായല്ലോ? സാധാരണ പോലെ തന്നെ നിങ്ങൾ ഇപ്പം 4 ബോക്സസ് ഉണ്ട്. നിങ്ങൾക്ക് 4 അക്കൗണ്ട് തുടങ്ങാം, ഇല്ലെങ്കിൽ 2 അക്കൗണ്ട് തുടങ്ങാം. 4 അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ 4 ബോക്സിലും 4 അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 20 രൂപ വെക്കുക. 4 എണ്ണത്തിനകത്ത് 20 രൂപ വെച്ച് വെക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം വിൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒന്നല്ല, ചിലപ്പോൾ 2-3 അക്കൗണ്ടുകൾ വിൻ ചെയ്യുകയാണെങ്കിൽ ഏതിനകത്താണോ ഏറ്റവും പ്രോഫിറ്റ് വന്നത് അത് തമ്മിൽ കളിപ്പിക്കുക. ഓക്കെ, തല ഉപയോഗിച്ച് കളിക്കുക, അതുപയോഗിച്ച് കളിക്കുക. ഓക്കെ, തല ഉപയോഗിച്ച് കളിക്കുക, കോമൺ സെൻസും യൂസ് ചെയ്യാം. ഉറപ്പായിട്ട് 500+ നിങ്ങൾക്ക് ആക്കാൻ പറ്റും. ആക്കിയതിന് ശേഷം നിങ്ങൾ വിഡ്രോ അടിക്കുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടും. ബാങ്ക് വഴിയാണ് വിഡ്രോ. 500 രൂപയുടെ മുകളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ വിഡ്രോ അടിച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഷുവറായിട്ട് കിട്ടും. ഓക്കെ, അതാണ് ലൂട്ട് നമ്പർ 1. ട്രിക്ക് നിങ്ങൾ മസ്റ്റായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം യൂസ് ചെയ്യുക. കുറച്ച് തലമുള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ ഗെയിം പ്ലേ കളിക്കുക. ചാടിക്കയറി അവിടെ വെക്കുക ഇവിടെ വെക്കുക ഒന്നും ചെയ്യരുത്. എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക, അതിന് ശേഷം കളിക്കുക. ഇതാണ് ലൂട്ട് നമ്പർ 2 എന്ന് പറയുന്നത്. ഇതൊരു Paytm ഏണിംഗ് ആപ്ലിക്കേഷനാണ്. മറ്റേനകത്ത് ബാങ്ക് റെഡി മാത്രമേ ഉള്ളൂ. ഓക്കെ, ലൂട്ട് നമ്പർ 1. ലൂട്ട് നമ്പർ 2 ഒരു Paytm ഏണിംഗ് ആപ്ലിക്കേഷനാണ്. Paytm മാത്രമല്ല, ഫ്രീ ഫയർ, പബ്ജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക. അന്നേരം നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കും. അവിടെ നിങ്ങളുടെ Paytm നമ്പർ കൊടുക്കുക. പിന്നെ റെഫർ കോഡ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് 2 ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറയും. ഒന്നൊരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ്. വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, വേണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. അതിനുശേഷം മറ്റൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറയുന്നത്. എനിക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ വെറും 9 MB ഉള്ളായിരുന്നു. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റാളായി. നിങ്ങൾക്ക് കിട്ടുന്ന ആപ്ലിക്കേഷനും ചെറിയ MB ആണെങ്കിൽ നമുക്ക് വേഗം ഇൻസ്റ്റാൾ ചെയ്യാം. ട്രിക്കൊന്നും യൂസ് ചെയ്യാം. ഇത് ഗ്ലോബൽ ആപ്സിൻ്റെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഗ്ലോബൽ ആപ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. ആദ്യം മുതലേ ഒരുപാട് നാളുകൾ കൊണ്ട് ഗ്ലോബൽ ആപ്സിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസിനും വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അത്ര നല്ല കമ്പനിയാണ്, ട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. Paytm യൂസേഴ്സിന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരു കമ്പനി ഗ്ലോബൽ ആപ്സ് ആണ്. അവരൊരു ആപ്ലിക്കേഷൻ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് തരാതെ പോകത്തില്ല. നിങ്ങൾ എത്ര വർക്ക് ചെയ്താലും പേയ്മെൻറ്റ് തരാതെ പോകത്തില്ല. ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് സ്പിന്ന്, അതുപോലെ തന്നെ ചെറിയ സെൽഫ് ഏണിംഗ് ടാസ്കുകളാണ്. സ്പിൻ ചെയ്യുന്ന സമയത്ത്
അതിനൊരു ലിമിറ്റ് ഉണ്ടാവും സ്പിന്നിന്. അതെല്ലാ ആപ്ലിക്കേഷൻസിലും ഉണ്ട്. ഗ്ലോബൽ ആപ്സിൻ്റെ എല്ലാ ആപ്ലിക്കേഷനിലും ഒരു ലിമിറ്റ് ഉണ്ട് സ്പിന്നിന്. ഇതിനകത്തൊരു 20-30 ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ 10-15 ആയിരിക്കും ലിമിറ്റ്. അത് നിങ്ങൾ സ്പിൻ ചെയ്ത് നോക്കുക. സ്പിൻ ചെയ്ത് നോക്കുമ്പോൾ എവിടെ വെച്ച് നിൽക്കുന്നോ അതാണ് അന്നത്തെ ലിമിറ്റ്. അതിന് ശേഷം 24 ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് അടുത്ത സ്പിന്ന് കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. സ്പെഷ്യൽ ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ തവണത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് പുതിയ കുറേ ആപ്ലിക്കേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആപ്ലിക്കേഷൻസ് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാവുള്ളൂ. അതിനൊപ്പം അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും വായിച്ച് നോക്കുക ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ, അത് മസ്റ്റായിട്ട് വായിച്ചതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക, അന്നേരം കോയിൻസ് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്കിവിടെ സർവേസ് അവൈലബിൾ ആണ്. സർവേസ് എന്ന് പറയുമ്പം വലിയ വലിയ സർവേസാണ്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. സർവേ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് 18 മിനിറ്റ് വരെയുള്ള വലിയ സർവേകളാണ് ഉള്ളത്. അതുകൊണ്ട് വേണമെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ആപ്ലിക്കേഷൻസിൻ്റെ ബാനർ കാണാൻ സാധിക്കും. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഓരോ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് 100 കോയിൻസ് വെച്ച് കിട്ടും. ഇതിനകത്ത് പല ആപ്ലിക്കേഷൻസ് ഇതേ കമ്പനിയുടെ തന്നെയാണ്, അവരുടെ തന്നെ വേറെ വേറെ ആപ്ലിക്കേഷൻസാണ്. സോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഉൾപ്പെടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് അതിനകത്തൊക്കെ വർക്കും ചെയ്യാം. പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇവരുടെ ഈ കമ്പനിയുടെ എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ കുറച്ച് ലേറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ, ഒരിക്കലും ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്നും വരത്തില്ല. 1 വീക്ക് വരെ ചിലപ്പം പോവാം, ബട്ട് പേയ്മെൻറ്റ് കിട്ടിയിരിക്കും. ഓക്കെ, ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് ഇനിയിപ്പോൾ നിങ്ങൾ ട്രിക്ക് വല്ലതും യൂസ് ചെയ്യുക, റഫർ ബൈപ്പാസ് ഇതുപോലത്തെ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ജന്മത്തെ ഒരു പേയ്മെൻറ്റ് തരത്തില്ല. ഓക്കെ, പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അബദ്ധവശ പേയ്മെൻറ്റ് കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഒരുപാട് ബൈപ്പാസ് ഒന്നും ചെയ്യരുത്. പിടിക്കും, എന്തായാലും പിടിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് Paytm ആണ് മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ. നിങ്ങൾ Paytm എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 3000 കോയിൻസിനാണ് നമുക്ക് 10 രൂപ കിട്ടുന്നത്. മിനിമം റെഡീം 10 റുപ്പീസാണ്. 3000 കോയിൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് 2 or 3 ഡേയ്സ് മതി. സിമ്പിളായിട്ട് വർക്ക് ചെയ്താൽ തന്നെ 2 or 3 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് 3000 കോയിൻസ് 10 റുപ്പീസ് വിഡ്രോ അടിക്കാം. വേണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് വിഡ്രോ അടിക്കാവുന്നേ ഉള്ളൂ. പെർ റെഫറിന് നിങ്ങൾക്ക് ഇതിനകത്ത് 300 കോയിൻസ് വെച്ച് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഫ്രീ ഫയർ ഇതിനകത്തുള്ളതുകൊണ്ട് ഫ്രീ ഫയർ ഡയമണ്ട് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ഫയർ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവും. 10 പേരെ റെഫർ ചെയ്താൽ അന്നേരം തന്നെ നിങ്ങൾക്ക് വിഡ്രോ അടിക്കാം. 10 പേരെ റെഫർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഗ്രൂപ്പുകളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ചിലപ്പോൾ ഇതിനകത്ത് കോയിൻസ് ആഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ റീസെൻ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മതി, കോയിൻസ് ഇൻസ്റ്റൻ്റായിട്ട് ആഡ് ആവും. ഇതാണ് നമ്മുടെ തേർഡ് ആപ്ലിക്കേഷൻ. ക്രേസി ഡ്രിഫ്റ്റ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഗെറ്റ് RS100 എന്നൊരു ബാനർ കാണാൻ സാധിക്കും. നമ്മളതിൻ്റെ മണ്ടയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊരു ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാൻ പറയും. നമ്മൾ ഏതെങ്കിലും ഒരു Gmail ഉപയോഗിക്കുന്നു, സൈൻ ഇൻ ചെയ്യുന്നു. ആ സമയം നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. ഈ ഒരു ഇൻ്റർഫേസ് നിങ്ങൾ പല ആപ്ലിക്കേഷനിലും കണ്ടിട്ടുണ്ടാവും. അതേ സെയിം കമ്പനിയുടെ തന്നെ ആപ്ലിക്കേഷനാണ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ട്, മൊത്തം സെൽഫ് ഏണിംഗ് ആണ്. ഇതിനകത്ത് റെഫർ ഏണിങ്ങിന് പെർ റെഫറിന് 50 രൂപയൊക്കെ കിട്ടുമെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷേ അതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. സോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മൊത്തം സെൽഫ് ഏണിംഗ് ആണ്. സെൽഫ് ഏണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കാണാം, നിങ്ങൾക്ക് ലോട്ടറി ഉണ്ട്, ചെക്കിൻ ഉണ്ട്. ഡെയിലി ചെക്കിനൊക്കെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഓരോ രൂപ വെച്ച് ഇവർ തരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മിനിമം റെഡീം 1 രൂപയാണ്. 1 രൂപ നിങ്ങൾക്ക് ഒരൊറ്റ തവണ റെഡീം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിപ്പം തന്നെ നിങ്ങൾക്ക് റെഡീം ചെയ്ത് ലൈവായിട്ട് കാണിച്ചു തരാം. ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്. ഓക്കെ, 1 രൂപ റെഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ 5 രൂപ 1000 രൂപ 500 രൂപയൊക്കെയാണ്. പിന്നെ അതുപോലെ നിങ്ങൾ റെഫർ ചെയ്യേണ്ടി വരും ചിലപ്പോൾ റെഡീം ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ 5 രൂപയൊക്കെ റെഡീം ചെയ്തിട്ട് മാക്സിമം ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത് കളയാം. അതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഒരു ലൈഫ് ടൈം ആപ്ലിക്കേഷൻ ഒന്നും അല്ല ഈ ഒരു ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഞാൻ റെഡീം ചെയ്ത് കാണിക്കാം ലൈവായിട്ട്. Paytm ഓപ്പൺ ചെയ്ത് നിങ്ങളിവിടെ നോക്കിയിട്ടുണ്ട്. എൻ്റെ ലേറ്റസ്റ്റ് ട്രാൻസാക്ഷൻ ഇന്നലെ ഞാൻ റീചാർജ് ചെയ്തതിൻ്റെയാണ്. അതിനുശേഷം വേറെ ട്രാൻസാക്ഷൻ ഒന്നുമില്ല. നമ്മളിവിടെ വരുന്നു, Paytm നമ്പർ എൻ്റർ ചെയ്യുന്നു. Paytm നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഓക്കെ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന നിമിഷം തന്നെ നമ്മുടെ Paytm-ലും പൈസ ആഡ് ആയിട്ടുണ്ട്. നമുക്ക് Paytm ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാം. അതിന് മുന്നേ നിങ്ങളിവിടെ മുകളിൽ നോക്കിയോളൂ. 1 രൂപ ഇപ്പോൾ റെഡീം ചെയ്തതുകൊണ്ട് ഇനി അവിടെ ഉള്ളത് 5 രൂപയാണ് അടുത്ത റെഡീം ഓപ്ഷൻ. അതിനുശേഷം 100 രൂപയും പിന്നെ 500 രൂപയാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. Paytm ഓപ്പൺ ചെയ്യുന്നു, ഒന്ന് റീഫ്രഷ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് Paytm ഒന്ന് റിഫ്രഷ് ആയി വരട്ടെ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന 1 റുപ്പീസ്. ഇവിടെ നിങ്ങൾക്ക് ടൈമും കാണാൻ സാധിക്കും, ഡേറ്റും കാണാൻ സാധിക്കും. ഇന്നത്തെ തന്നെയാണ്. ഓക്കെ, അപ്പം പേയ്മെൻറ്റ് റിസീവായി. ഇതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ 5 രൂപ വിഡ്രോ എടുത്താലും അതുപോലെ തന്നെ 500 രൂപ 1000 രൂപ, ഓക്കെ 100 രൂപ 500 രൂപയല്ല 500 രൂപ 1000 രൂപയൊക്കെ വിഡ്രോ അടിച്ചാലും നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ പേയ്മെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അടിപൊളി ആപ്ലിക്കേഷനാണ്. സെൽഫ് ഏണിംഗ് ആണ് മെയിനായിട്ട് ഇതിനകത്തുള്ള, വേറെ പരിപാടികളൊന്നുമില്ല. വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാം. പിന്നെ ഇതിനകത്തൊരു ഗെയിം അവൈലബിൾ ആണ്. ഓക്കെ, ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ട് നമുക്ക് പൈസയൊന്നും ഏൺ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേണമെങ്കിൽ ടൈം പാസിന് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ലാത്തൊരു ഗെയിമാണ്. എനിക്ക് എന്തായാലും ഇച്ചിരി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം. ഓക്കെ, പിന്നെ ഒരു ഗീവ് അവേയുടെ കാര്യം ഉണ്ടായിരുന്നു ഫ്രീ ഫയറിൻ്റെ. അത് ഫ്രീ ഫയറിൻ്റെ വീഡിയോ ഇടുന്ന ദിവസം അതിൻ്റെ റിസൾട്ട് പറയാം. ഓക്കെ, ബൈ.